ഞാനിപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. കൊല്ലത്ത് നിന്ന് ആലുവയ്ക്ക് പോവുകയാണ്. ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്ക്, ഗുവാഹട്ടിയിൽ നിന്ന് ദീമാപൂരിലേക്ക്, ദീമാപൂരിൽ നിന്നും കൊഹീമയിലേക്ക്. ഞങ്ങളിവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് 4 പേരാണ് ഈ ടൂറിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ഇത് ഗ്രാസ് ഹോപ്പറിൻ്റെ ഹോൺബിൽ ഫെസ്റ്റിവൽ ടൂറിൽ പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത്. ഈ 3 പേരുമാണ് എൻ്റെ കൂടെ വരുന്നവർ. ഒരാൾ ജേക്കബ് സാറിൻ്റെ ഭാര്യ ഒന്ന് ഷാനവാസ് സാറ്. ജേക്കബ് സാറും ഞാൻ ഒരുമിച്ച് ചവറ ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്തതാണ്. ഞങ്ങളിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റായിരുന്നു കൊല്ലത്തുനിന്ന് പുറപ്പെട്ടിട്ട്. 1:10 എത്തേണ്ടതായിരുന്നു, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ 1-ലോട്ട് വന്ന് ഇനി പുറത്തിറങ്ങി ടാക്സി പിടിച്ച് എയർപോർട്ടിലോട്ട് പോകണം. ഞങ്ങളങ്ങനെ ആലുവയിൽ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരാളും കൂടെ കൂടിയിട്ടുണ്ട്, റിയാസ് സാറ് നിൽക്കുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ പോവുകയാണ്. 5:10 ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ കയറി. ഗേറ്റ് നമ്പർ 5 നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്, നേരെ ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. വീണ്ടും സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 22 ആണ് ഇനി ഗുവാഹട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ്. അത് 8:45 ആ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഗുവാഹട്ടി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഞങ്ങളിപ്പോൾ 6 പേരുണ്ട് ഇവിടെ നിന്ന്. ഇവിടെ 5 പേര്, ഇനി ഞാനിവിടെ ചേർത്ത് 6 പേര്. ഞങ്ങളിനി നേരെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നും ഒരു ലോ ഫ്ലോർ ബസ്സിലുണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി. സർക്കാരിൻ്റെ ബസ്സാണ്, 100 രൂപയാണ് അതിൻ്റെ ചാർജ്. പൾട്ടാൻ ബസാറിൽ കൊണ്ടിറക്കി. അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് പൾട്ടാൻ ബസാറിനോട് ചേർന്ന് തന്നെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 7 കിടക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 7ലാണ് ഞങ്ങൾക്ക് പോകാനുള്ള ഗുവാഹട്ടി മറിയാനി BG എക്സ്പ്രസ് കിടക്കുന്നത്. ഈ ട്രെയിനാണത്. ഇത് രാത്രി ഒരു 7:30 റൈറ്റ് എത്തേണ്ടത്. 8:30 എന്തായാലും ദീമാപൂർ എത്തിച്ചേരും. അങ്ങനെ ഞങ്ങൾ അവസാനം ദീമാപൂർ എത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ടതാണ്. ഇന്നലെ രാത്രി 8:30 പുറപ്പെട്ടതാണ്. ഇപ്പം 8:30 മണി കഴിഞ്ഞു. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ദീമാപൂർ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലോട്ടാണ് നടന്നു പോകേണ്ടത്.